നമസ്കാരം. ശ്രീസ്വാമി വൈദ്യപുരം പെരുമ്പാവൂർ. ഇവിടുത്തെ ചെറിയ ഗോശാല, രണ്ട് ഗോശാലയുണ്ട്. ഒന്ന് നമ്മുടെ പാണിയേലിലുണ്ട്, വലിയ ഗോശാല. ഇവിടുത്തെ ചെറിയ ഗോശാലയിലെ പ്രത്യേകമായിട്ടുള്ള പശുക്കളെ നമുക്ക് കാണാം. അത് നോക്കുന്ന പ്രവീൺ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നൊരു സഹോദരനുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. വരും. പ്രവീൺ, എന്ത് പറയുന്നു? സന്തോഷം. ഈ പശുക്കളൊക്കെ എന്തോ, ഇതിൻ്റെ പേരെന്തോ ഒന്ന് പറഞ്ഞേ. ഉറച്ചു പറ. ശ്രീദേവി. ഇതെന്ത് എന്നവാ, എന്താണെന്നറിയില്ല. കാസർഗോഡ് ഉള്ളതാണ്. നാടൻ പശു അല്ലേ? ദേശീയ പശു അല്ലേ? ഇതോ ലക്ഷ്മി. ഇതോ അമ്മിണി. ഇതോ സുന്ദരി. സുന്ദരി വളരെ സുന്ദരിയാ, വൈറ്റ് ഫിഷ്. ഇത് കപിലയല്ലേ? കപില. എന്താ ഇവൻ്റെ പേര്? ഇവളുടെ പേരെന്താ? കപില. കപിലയും തന്നെയാണ് പേര്. ഇത് കപില പശു തന്നെയാണ്. ഇത് മാർക്കറ്റിൽ നമ്മുടെ ഗുജറാത്തിലൊക്കെ ചെന്നാൽ വലിയ വിലയുള്ള പശുവാണ്. ഇതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത ഇന്ന് കണ്ടോളൂ. ഇതിൻ്റെ കണ്ണിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? നോക്കൂ. മഴക്കാളികളൊന്നുമല്ല, മര്യാദക്കാർ. ഇത് കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ്. എല്ലാവരും മിടുക്കികളാണ്. നോക്കൂ. ഇവരുടെയൊക്കെ പേരെന്താ? ഇവിടെ പേരെന്താ? ഒക്കെ പേരിട്ടില്ല. 28 കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇവളുടെ പേരോ? ഇവർക്കൊന്നും പേരിട്ടിട്ടില്ല. ഇവന് പേരുണ്ട്. ഇവിടുത്തെ കാസർഗോഡ് കുള്ളലിലെ ഒരു കറുത്ത കാളയാണ്. ഇവൻ പൂർണ്ണ വളർച്ച എത്തിയവനാണ്. ഇവയൊക്കെ നോക്കുന്നത് പ്രവീണാണോ? ഇവൻ്റെ പേര് സുന്ദരനാണോ? കേട്ടോ, സുന്ദരൻ. പ്രവീണാണോ നോക്കുന്നത്? നല്ല വൃത്തിയായിട്ട് നോക്കിയിട്ടുണ്ടല്ലോ. ഇതിന് എത്ര പാല് കിട്ടും? ഇത് എല്ലാവർക്കും കൂടെ ഒരു ദിവസം 3 ലിറ്റർ കിട്ടും. മരുന്നിൻ്റെ ആവശ്യത്തിനല്ലേ? ഇവിടുത്തെ മരുന്നുകൾക്കല്ലേ ഉപയോഗിക്കുന്നത്? ഇതിന് ജൈവ വൈക്കോലുകളാണ് കൊടുക്കുന്നത്. അതേപോലെ മരുന്നുകൾ ചേർന്ന യാതൊരുവിധ കാലിത്തീറ്റകളോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും കൊടുക്കത്തില്ല. കാരണം ഇവിടുത്തെ ഇതിൻ്റെ മരുന്നും ഇതിൻ്റെ പാലും മൂത്രവും ഒക്കെ മരുന്നുകൾ ഉണ്ടാക്കാനും മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ചാണകവും അതുപോലെ ഗോമൂത്രവും ഒക്കെ കൃഷിയുടെ ഇവിടെ കളരിയിൽ നടക്കുന്ന കൃഷിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. വളരെ രസകരമായ സംഗതിയാണ്. ഇത്രയും പശുക്കൾ വളരെ വൃത്തിയോടുകൂടി നിൽക്കുകയാണ്. നോക്കുന്ന ഗോപാലകനും ഇവിടെയുണ്ട്. സന്തോഷം.